ഹലോ പ്രിയപ്പെട്ട 9ാം ക്ലാസ്സുകാരെ, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മാർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ഹാവിംഗ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വിൽ ബി. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശ വേഗത കൂടുതലായിരിക്കോ കുറവായിരിക്കോ? മക്കളെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കൂടും, പ്രകാശത്തിന്റെ വേഗത കൂടും എന്നെന്ത് ചെയ്യുക മക്കൾ, എന്ത് ചെയ്യുക ആലോചിച്ച് വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ കണക്ടിങ് വെലോസിറ്റി ആൻഡ് ടൈം. പ്രവേഗവും സമയവും ബന്ധിപ്പിക്കുന്ന സമവാക്യം എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സമവാക്യം ഉണ്ടോ? ഉണ്ട്. ആ സമവാക്യമാണ് എന്ത് മക്കളെ? V = U + AT. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് മാസ് ഇൻക്രീസസ് ഇനേർഷ്യ, അതായത് മാസ് കൂടുമ്പോൾ ജഡത്വം എന്ത് ചെയ്യും? കൂടുമോ കുറയുമോ? ഡൗട്ട് വേണ്ട. മാസ് കൂടുന്ന സമയത്ത് ഇനേർഷ്യ ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ ജഡത്വം എന്ത് ചെയ്യും മക്കളെ? കൂടുമെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത ചോദ്യം, as the distance from the earth to the object increases, the force of attraction exerted by the earth increases or decreases. അതായത് വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം കൂടുമ്പോൾ ഭൂമിയുടെ ആകർഷണ ബലം കൂടുമോ കുറയുമോ? ഒരു സംശയവും വേണ്ട, ഭൂമിയുടെ ആകർഷണ ബലം കുറയുന്നു, അല്ലെങ്കിൽ ഡിക്രീസസ് ആണെന്ത് ആൻസർ വരിക. അടുത്ത ചോദ്യം, give an example of inertia of motion. ചലന ജഡത്വത്തിന് എക്സാമ്പിൾ പറയാനാ പറഞ്ഞു. എടാ, നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്, പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ? അത് എന്തിന് എക്സാമ്പിളാ? ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിളാ. മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ ലോങ് ജമ്പ് ചാടുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ചു നേരം ഓടിയിട്ടാണ് ചാടുക, അതും എന്തിന് എക്സാമ്പിളാ? ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. സെറ്റാണല്ലോ? യെസ്. അടുത്ത ചോദ്യം, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടൺ ആണ്? 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which phenomenon of light is used in optical fibers that are used for communication. വാർത്താവിനിമയ രംഗത്ത് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് അതിന്റെ പേരാണ് മക്കളെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. അതിന്റെ മലയാളമാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ മലയാളം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം മലയാളികളെ. എന്താണത്? മലയാളം എടുത്തുള്ള ആൾക്കാർ നോക്കുക, പൂർണ്ണാന്തര പ്രതിപതനം എന്നാണ് അതിന്റെ മലയാളം. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. മൊമെന്റം MV എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് അഥവാ ആവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും എന്നാണ് ചോദിച്ചത്. മൊമെന്റം കാണാനുള്ള സമവാക്യം ഇക്വേഷൻ M×V ആണെങ്കിൽ ഇമ്പൾസ് അഥവാ ആവേഗം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? ഓർമ്മയുണ്ടോ? F×T ആണ്. F× എന്താണ്? T ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് എ കാർ സ്റ്റാർട്ട് ഫ്രം ദ റെസ്റ്റ് വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഒരു കാറിന്റെ ആദ്യ പ്രവേഗം എത്രയാണ് എന്നാണ് ചോദ്യം. മക്കളെ, നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആ കാറിന്റെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലൊന്നും ഡൗട്ട് അടിക്കാൻ നിൽക്കേണ്ട, 0 ആണ്, അല്ലെങ്കിൽ എന്താണ്? 0 ആണ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, give one example for atmospheric refraction. അന്തരീക്ഷ അപവർത്തനത്തിന് ഒരു ഉദാഹരണം ഇതാണ് പറഞ്ഞത്. മക്കളെ, അന്തരീക്ഷ അപവർത്തനത്തിന് ഉദാഹരണം ഇതാ പറഞ്ഞാൽ നിങ്ങൾ നേരെ മാനത്തേക്ക് നോക്കുക, ആകാശത്തേക്ക് നോക്കുക. ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് എന്ത് കാരണമാണ്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനം കാരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഈസ്. ആവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? ആവേഗത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? F×T അല്ലേ? ഈ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് അല്ലേ? അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ്? ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസിന്റെ യൂണിറ്റ്. അടുത്ത ചോദ്യം, വാട്ട് വുഡ് ബി ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് 50 കിലോഗ്രാം വെൻ പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്. 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ ഭൂകേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാരം എത്രയായിരിക്കുന്ന ചോദ്യം. മക്കളെ, ഭൂകേന്ദ്രത്തിൽ നമ്മളെ എർത്തിൽ വെച്ച്, എർത്തിന്റെ എവിടെ വെച്ചു? സെന്ററിൽ വെച്ചു. എർത്തിന്റെ സെന്ററിലാണ് നമ്മൾ വസ്തുവിനെ കൊണ്ടുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്രയാണ്? 0 ആണ്, അല്ലെങ്കിൽ എത്രയാണ്? 0 ആണ്. അപ്പൊ 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡൗട്ട് അടിക്കേണ്ട, എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ സെന്റർ, എർത്തിന്റെ സെന്ററിലുള്ള വെയിറ്റ് അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിട്ട് എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ പോകണ്ട, 0 അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അടുത്ത ചോദ്യം, find the odd one out from the following statement and give reason.
അതായത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് ചോദിച്ച് മക്കളെ, എ മാൻ സ്റ്റാൻഡിംഗ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്, ഒരാള് തലയിൽ ഒരു ചുമടുമായിട്ട് നിൽക്കുകയാണ്. 2, എ മാൻ ക്ലൈംബിംഗ് എ ലാഡർ വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്, അതായത് ഒരാള് തലയിൽ ഒരു ചുവടുമായിട്ട് എന്ത് ചെയ്യാണ്, മുകളിലോട്ട് കയറി പോവാണ്. ഓക്കെ, ഇനി അടുത്തത് എ ബോയ് ഈസ് പുഷിംഗ് എ വാൾ, ഒരു ചുമരിന്റെ മുകളിൽ ഒരു ആൺകുട്ടി എന്ത് ചെയ്യാണ്, ഇങ്ങനെ തള്ളിക്കൊണ്ടേ നിൽക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് വൺ, 2 പേഴ്സൺ പുഷിംഗ് എ ടേബിൾ ഫ്രം ഓപ്പോസിറ്റ് സൈഡ് വിത്ത് ഈക്വൽ ഫോഴ്സസ്, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരേ ഫോഴ്സ് കൊടുത്തുന്ന രണ്ടാൾക്കാർ എന്ത് ചെയ്യാണ്, തള്ളുകയാണ്. ഒരേ ഫോഴ്സ് കൊടുത്തുകൊണ്ട് രണ്ടാളുകൾ ഇങ്ങനെ തള്ളുകയാണ്. ഓക്കെ, ഇതിൽ ഏതാ കൂട്ടത്തിൽ പെടാത്തത് മക്കളെ? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബി ഓപ്ഷൻ ആണ്. ബി, കാരണം ബി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് പറയാ? നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് അഥവാ ബലം കൊടുക്കുന്നത് ആ ഡയറക്ഷനിൽ ആ ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ, അല്ലെങ്കിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തെന്ന് പറയാം. അപ്പൊ ബാക്കി 3 കേസിൽ എന്ത് നടക്കുന്നില്ല, വർക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവൃത്തി നടക്കുന്നില്ല. രണ്ടാമത്തെ കേസിന് മാത്രമേ പ്രവൃത്തി അഥവാ വർക്ക് നടക്കുന്നുള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്, മാസ് ഓഫ് എ ബോഡി ഈസ് 10 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി, വസ്തുവിന്റെ ഭാരം കണ്ടെത്തണം. മാസ് തന്നിട്ടുണ്ട്, മാസാണ് 10 കിലോ, മാസ് 10 കിലോ ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എത്ര മക്കളെ? W ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. W ഈക്വൽ ടു എന്താണ്, M ഇൻറ്റു G ആണ്. M എന്ന് പറഞ്ഞാൽ 10 അല്ലേ, G എന്ന് പറഞ്ഞാൽ 9.8 അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും? 98 ന്യൂട്ടൺ എന്ന് കിട്ടും. വെയിറ്റിന്റെ യൂണിറ്റ്, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, which of this following represent a positive uniform acceleration? ചുവടെ നൽകിയിരിക്കുന്നവയിൽ പോസിറ്റീവ് സമതുലനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? 4 ഗ്രാഫ് ഉണ്ട്. ഇതിൽ ഏതാണ് പോസിറ്റീവ് ആക്സിലറേഷൻ മക്കളെ? പോസിറ്റീവ് ആണ് ചോദിച്ചത്. പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് സമതുലനത്തെ സൂചിപ്പിക്കുന്നത്? നോ ഡൗട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏതാണ്, നമ്മുടെ ഓപ്ഷൻ എ ആണെന്ന് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, a 10 Newton weight is hung on a spring balance and the weight is lowered into the water. Now the reading showing the balance would be, ഒരു സ്പ്രിംഗ് ബാലൻസിൽ 10 ന്യൂട്ടൺ ഭാരം തൂക്കിയിട്ട് ജലത്തിൽ താഴ്ത്തുന്നു. ഇപ്പോൾ ബാലൻസ് കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? നിങ്ങളുടെ കയ്യിൽ ഒരു വെയിറ്റ് ഉണ്ട്, അതിന്റെ ഭാരം അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട് മക്കളെ? 10 ന്യൂട്ടനാ. ആ 10 ന്യൂട്ടൺ എയറിലുള്ള വെയിറ്റാ, വായുവിലുള്ള ഭാരമാണ് 10 ന്യൂട്ടൺ. നിങ്ങൾ അതേ സാധനത്തിന് വെള്ളത്തിൽ കൊണ്ടുപോയി ഇറക്കി, വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യും, കുറയുകയാണ് ചെയ്യുക. ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യും, കുറയും. കാരണം മുകളിലോട്ട് എന്തുണ്ട്, ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്രവക്ഷമ ബലം ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, 4 ഓപ്ഷൻ നോക്കുക, ഇതിൽ എങ്ങനെ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക? എന്തായാലും എയറിൽ, വായുവിൽ 10 ന്യൂട്ടനാ, അതിനേക്കാൾ കുറവാവണം എന്തായാലും ജലത്തിൽ, വാട്ടറിൽ. അപ്പൊ 10നേക്കാൾ ചെറിയ എത്ര ആൻസർ ഇവിടെ ഉണ്ട്? ഒറ്റ ആൻസറേ ഉള്ളൂ. അതെത്രയാ? 6. അപ്പൊ ആൻസർ വരെ എത്രയാ? 6 ന്യൂട്ടൺ. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. അടുത്ത ചോദ്യം, the value of G is highest on earth. ജിയുടെ മൂല്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ് എന്നാണ് ചോദ്യം. മക്കളെ, എവിടെയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജിന്റെ വാല്യൂ കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് എഴുതിക്കോ, പോളാർ റീജിയൻ അല്ലെങ്കിൽ നമ്മൾ പറയും ധ്രുവ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജിക്ക് വാല്യൂ ഉള്ളത്. മറന്നു പോകാൻ പാടില്ല. യെസ്, അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ റീസൺ വൈ എ ഷിപ്പ് with tons of iron floats in sea water even through a very light iron rod sinks in the water. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരു സാധാ ആണി നമ്മൾ വെള്ളത്തിലിട്ടാൽ ആ ആണി എന്ത് ചെയ്യുന്നു, മുങ്ങിപ്പോകുന്നു. എന്നാൽ വലിയൊരു കപ്പൽ നമ്മൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ, കുറേ കിലോ കണക്കിന് ടൺ കണക്കിന് വെയിറ്റ് ഉള്ള കപ്പൽ നമ്മൾ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കപ്പൽ മുങ്ങിപ്പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ആ കപ്പലിന് വോളിയം അഥവാ വ്യാപ്തം കൂടുതലാണ്. വോളിയം അഥവാ വ്യാപ്തം കൂടുതലാണ് എന്ന് എൻ്റെ മക്കൾ പറയണം. വോളിയം അഥവാ വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? വോളിയം അഥവാ വ്യാപ്തം കൂടുമ്പോൾ ആ കപ്പലിന് കിട്ടുന്ന ബോയൻ ഫോഴ്സ്, പ്രവക്ഷമ ബലം കൂടും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് ലൈവിൽ പറയാം. ഓക്കെ, യെസ്, അടുത്ത ചോദ്യം, which instrument measures the relative density of liquids? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ദ്രാവകങ്ങളുടെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഹൈഡ്രോമീറ്റർ. അപ്പൊ ഇനി പാലിന്റെ പ്യൂരിറ്റി, മിൽക്കിന്റെ ശുദ്ധത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഏതാ? ലാക്ടോമീറ്റർ. ഇതെന്താണ്? ഹൈഡ്രോമീറ്റർ. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം, when density of a liquid increases buoyant force, ദ്രാവകങ്ങളുടെ സാന്ദ്രത കൂടുമ്പോൾ പ്രവക്ഷമ ബലത്തിന് എന്ത് മാറ്റം സംഭവിക്കും? മക്കളെ, ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടുമ്പോൾ ബോയൻ ഫോഴ്സ് അഥവാ പ്രവക്ഷമ ബലം എന്ത് ചെയ്യും?
കൂടും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക മക്കൾ, എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വലിയൊരു ടോപ്പിക് എടുത്താണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തറിയാം, ലൈവ് പറയാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവിലേക്ക് എത്തുക. ബൈ.